അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മുടെ ബാംഗ്ലൂർ പോയ രണ്ടാമത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി നേരം വൈകിപ്പോയി. അതും ഞാൻ 2 പാർട്ടായിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ബാംഗ്ലൂരിൽ എത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ കുളിച്ച് ഫ്രഷായി നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ബ്രേക്ക്ഫാസ്റ്റിന് നല്ല പൂരി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കടലക്കറിയും ബാജിക്കറിയാണ് ഉണ്ടായത്. ഞാനും മിനിയേച്ചിയും ഏകദേശം അല്ല ഒരേപോലത്തെ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ടത്. അപ്പം നമ്മളധികം ടൂർ പോകുമ്പോഴും സൊസൈറ്റിയിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഒരേപോലത്തെ ഡ്രസ് കോഡ് തന്നെ ആക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ദിവ്യേച്ചി ഉണ്ടായിരുന്നു. ദിവ്യേച്ചി പക്ഷേ ഈ പ്രാവശ്യം ഇതിന് നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പൂരി നല്ല ഉണ്ടായിരുന്നു, മോശം ഉണ്ടായിട്ടില്ല, നല്ല പൂരിയായിരുന്നു. ആ പൂരി തിന്നതിൻ്റെ ഇടയിൽ ഞാനൊരു ഇഞ്ചി കടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇടയ്ക്ക് എൻ്റെ മുഖം അങ്ങനെ ആയത്. പിന്നെ നേരെ ബസ് കയറി പിന്നെ പറയണ്ടല്ലോ. ഈ യാത്ര നമ്മൾ പോകുന്നത് സൊസൈറ്റിയുടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തല്ല. നമ്മൾ പോകുന്നത് ജോളിവുഡ് എന്ന് പറയുന്നത് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ് പോകുന്നത്. അടിപൊളി പാർക്കാണ്. അപ്പോൾ അതും സൊസൈറ്റി ഭാഗം നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. അവിടെ എത്തിക്കഴിഞ്ഞ് ഈ വൈറ്റ് ബസ് തെച്ചും ഓരോ ബ്രാഞ്ചിൽ നിന്നും വന്ന ബസ്സാണ്. അപ്പോൾ അന്നത്തെ ദിവസം മൊത്തം നമ്മുടെ സൊസൈറ്റി ആ പാർക്ക് വിലക്കെടുത്തു എന്ന് പറയാം കേട്ടോ. അന്നത്തെ ഒരു ദിവസം മാത്രമാണ് ഇത്. അവിടെ നിന്ന് നമുക്ക് കെട്ടിത്തന്ന ഒരു ബാൻഡാണ് ഇത്. ഉള്ളിലേക്കുള്ള പെർമിഷനും അതുപോലെ തന്നെ അവിടെ കയറാൻ പറ്റിയ എല്ലാ സാധനത്തിലേക്ക് കയറാൻ പറ്റിയ ഒരു പെർമിഷനും കൂടിയാണ് ബാൻഡ്. ഈ ടെഡിയുടെ അടുത്ത് നിന്ന് ഒരുപാട് നേരം നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ പറ്റിയിട്ടില്ല, ആളൊയ്യണ്ടേ. അത് കഴിഞ്ഞ് നേരെ ഉള്ളിൽ പോയി. ഉള്ളിലേക്ക് കാണുമ്പോൾ നമ്മളെവിടെയോ എത്തിപ്പെട്ട പോലെ, വല്ല അമേരിക്കയിലോട്ട് എത്തിപ്പെട്ട ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ചുമരിൻ്റെ ഉള്ളിൽ നിന്ന് വിമാനം തുളച്ച് കയറുന്നു, അതുപോലെ തന്നെ കാറ് തുളച്ച് കയറുന്നു, അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. ഈ മഡ് ഹൗസിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ നല്ല തിരക്കുള്ളതുകൊണ്ട് നമ്മൾ നേരെ പുറത്തേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് കാഴ്ചകൾ കണ്ടങ്ങ് മതി വരുന്നില്ല ഗൈസ്. ഒരുപാട് കാണാനുണ്ട്. നമ്മളിങ്ങനെ സ്ലോ ആയി നടക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കയറിയത് ഈ ഭൂമിയിലേക്കാണ് കേട്ടോ. ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവർ പോയ പോലല്ല തിരിച്ചു വന്നത്, പോകുമ്പോൾ നേരെ പോകുന്നുണ്ടായിരുന്നു, പിന്നെ വളഞ്ഞും തിരിച്ചിട്ടാണ് വരുന്നത്. അവസാനം വന്ന ആൾക്ക് ഇച്ചിരി ധൈര്യം കൂടുതലായതുകൊണ്ട് അയാളെ പിന്നെ അവിടെ നിന്നു. പിന്നെ അയാളെ പോയിട്ട് കൂട്ടി വരികയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കാഴ്ചകൾ കണ്ടങ്ങ് നടന്നു. പിന്നെ നമ്മൾ പോകുന്നത് ഏകദേശം നമ്മൾ ചെറിയ കുട്ടിയായിട്ടുണ്ടാകുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടായ ചില കാര്യങ്ങളില്ലേ, അതന്നെ ഇതാ ഓടുക, ചാടുക, കളിക്കുക. അതിൽ ഈ ഓട്ടാണ്, ഈ ചാടലാണ് കേട്ടോ അടിപൊളി. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഏകദേശം ഒരു 10-15 വയസ്സ് കുറഞ്ഞു കേട്ടോ. ഞാൻ ഇതിനും നിന്നിട്ടില്ല, വേറൊന്നല്ല, എനിക്കൊരു പേടി അതാണ്. ഈ ചാട്ടെല്ലാം കാണുമ്പോൾ എനക്കും ചാടണം എന്നെല്ലാം ഉണ്ട്. ഇവരെല്ലാം ചാട്ടം കണ്ട് ഞാനങ്ങ് ചിരിച്ചു കൂട്ടി. പിന്നെ പോയത് ഈ മിററിൻ്റെ ഉള്ളിലോട്ട് കയറി നമ്മൾ തന്നെ തപ്പി വഴി കണ്ടുപിടിക്കേണ്ടതാണ്. ഇതിലൊരു വിറ്റുണ്ടായതെന്ന് വെച്ചാൽ ഞങ്ങൾ വന്ന വഴിയിൽ തന്നെയാണ് ഇറങ്ങിപ്പോയത്. അപ്പം അതും ഫ്ലോപ്പായി. പിന്നെ പോയത് ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി ട്രെയിനിൽ ഇങ്ങനെ ഒരു യാത്ര. അതും അടിപൊളിയായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാഴ്ചകൾ, അടിപൊളി. എന്നാൽ അത് പറയാൻ കഴിയാത്തെന്ന്, നമുക്കൊരു വൈബ് ഉണ്ടാവില്ലേ ഒരു സ്ഥലത്തെത്തുമ്പോൾ, ഓരോ ഫീലിങ്സും കാര്യങ്ങളും ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ ഇതിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം ഡേഞ്ചർ എന്നെല്ലാം കാണിച്ച് ബോർഡ് കാണുമ്പോൾ നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ സാധാരണയായിട്ട് എത്തി. അതുപോലെ ഡിനോസറിൻ്റെ ഓരോ പാട്ടും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടു. അപ്പം നല്ല ഉണ്ടായിരുന്നു. അവർ ആ അറേഞ്ച്മെൻറ്റ്സാണ് സൂപ്പർ കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മളെ ടൈറ്റാനിക്കിൻ്റെ ഉള്ളിലോട്ടാണ്. ടൈറ്റാനിക്കിൻ്റെ ആ ഒരു മോഡൽ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സംഭവങ്ങളെല്ലാം ടൈറ്റാനിക്കിൽ ഉണ്ടായവർ ഉപയോഗിച്ചതാണെന്നാണ് പറയുന്നത്, അറിയില്ല, ഡോണ്ട് ടച്ച്. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ സാധാരണ ഒരു കപ്പലിൻ്റെ ഉള്ളിൽ പോകുന്ന എല്ലാ ഫീലിങ്ങും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളി അടാറായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ മിഷനും കാര്യങ്ങളൊക്കെ ശരിക്കും കപ്പലിൽ പോവാത്ത, ഞാൻ കപ്പലിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കതൊരു നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അങ്ങനെ ഉള്ളിലോട്ട് പോകുമ്പോൾ അടിപൊളിയാണ്. എനിക്കൊന്നും പറയാൻ വേർഡ് കിട്ടുന്നില്ല. സംഭവം സൂപ്പറാണ്. ആരെങ്കിലും ബാംഗ്ലൂർ പോകുന്നുണ്ടെങ്കിൽ ഈ സംഭവം ജോളിവുഡ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ അതൊക്കെ പോയി കണ്ടു. അവിടെ എന്തെല്ലോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ടൈറ്റാനിക്കിൻ്റെ ഉണ്ടായ സായിപ്പിൻ്റെ എല്ലാം ഡ്രസ്സാണ്, അതിൻ്റെ മോഡലായിരിക്കും അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായത്. അങ്ങനെ ഞാനും മിനിച്ചും കുറേ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ നടന്നു. നമുക്കിതൊരു പുതിയൊരു അനുഭവം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ടൂർ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് അർമാദിച്ച് പോകുമ്പോൾ അത് കിട്ടുന്നൊരു വൈബ് പറയുന്നില്ല. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന വേർഡാണ് വൈബ്. അങ്ങനെ അതൊക്കെ കണ്ട് അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പോലും നമുക്ക് പറ്റുന്നില്ല, അത്രമാത്രം ഉണ്ട് ഉള്ളിൽ കാണാൻ. പിന്നെ ഫോട്ടോ എടുക്കാൻ അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പുറത്തുനിന്ന് മാത്രമേ എടുത്തോളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓരോ ഗൈഡ് ഉണ്ട്. അവർ അങ്ങോട്ടേക്ക് പോയിക്കോ ഇങ്ങോട്ടേക്ക് പോയിക്കോ, അത് കണ്ടോ ഇത് കണ്ടോ എന്ന് പറയാൻ ഗൈഡ് ഉണ്ട്. അവിടെ ഒരു സ്ത്രീയാണ് കേട്ടോ നിൽക്കുന്നത്. മറ്റ് ബാക്കിൽ നിൽക്കുന്ന ചേട്ടൻ ഒറിജിനലാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു. ഇവിടെ നിന്നാണ് ഫോട്ടോ എടുക്കേണ്ടത്, പക്ഷെ കപ്പിളായിട്ട് പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമല്ലോ. പിന്നെ പോയത് ഈ ഗാർഡനിലേക്കാണ്. ഇത് കൂടുതലും പ്ലാസ്റ്റിക് പൂവാണ്, പക്ഷേ
ആ ലൈറ്റ് ഇട്ട് നമുക്ക് കുറച്ച് ഇരുട്ടിലോട്ട് പോകുമ്പോൾ ആ ഫ്ലവേഴ്സിൻ്റെ മാത്രം ലൈറ്റാണ് കാണുന്നത്. അത് അടിപൊളി. ഈ തവളനെല്ലാം കാണുമ്പോൾ എന്ത് രസമുണ്ട് അറിയാം. ശരിക്കും ആ ഒരു ലൈറ്റത്ത് കാണുമ്പോൾ നമുക്ക് നല്ല ഒരു അരങ്ങാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ ഭാഗങ്ങൾ നമ്മൾ പോയിട്ടില്ല, സമയം അത്രയും ഉണ്ടായിരുന്നല്ലോ. നേരെ മീറ്റിംഗ് നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോകണം. അവിടെ നമുക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ മഡ് ഹൗസിൻ്റെ ഉള്ളിലെ സംഭവങ്ങൾ. ഓരോ രാജ്യത്തിൻ്റെയും തനതായ നാടൻ വേഷരീതികൾ, അതുപോലെ തന്നെ ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അവരെ രൂപങ്ങൾ, അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ മഡ് ഹൗസിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്. പിന്നെ പഴയ ആൾക്കാർ, ആദിവാസി എന്നെല്ലാം പറയുന്നവർ, അവരെ ഓരോ സ്റ്റാച്ചു ഉണ്ട്. അവരെ ഡ്രസ്സ് വേഷ രീതികൾ. ഇതൊരു അച്ഛനും അമ്മയും നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവരെ ഒന്നിച്ച് നിൽക്കട്ടെ എന്ന്. ഇവിടെ ഇരിക്കുന്ന അമ്മമ്മേരെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരുപാട് ശ്രമിച്ചു, ആളൊഴിഞ്ഞില്ല. അങ്ങനെ നേരെ നമ്മൾ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തെത്തി, ഫുഡ് കഴിച്ചു. അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഭാഗം ഞാൻ ഉടനിടും.